പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം. നാളിതുവരെയും പരിശുദ്ധ അമ്മ നമുക്ക് നേടിത്തന്നിട്ടുള്ള നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. നാം ഓരോരുത്തരും ഭയഭക്തിയോടെയും പൂർണ്ണ വിശ്വാസത്തോടും കൂടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ എന്ത് ഈശോയോട് ആവശ്യപ്പെട്ടാലും നമുക്ക് അത് നടത്തിക്കിട്ടും. എന്തെന്നാൽ അത്രമേൽ ശക്തിയുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത. ആ അമ്മ നമുക്ക് കാവൽ നിൽക്കുമ്പോൾ നാം എന്തിനു ഭയപ്പെടണം? നാം എന്തിനു പേടിക്കണം? ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അതെല്ലാം നമുക്ക് അമ്മയ്ക്ക് സമർപ്പിക്കാം. അമ്മ നമുക്ക് വഴി തെളിച്ചു തരും. നമുക്ക് വേണ്ടി ശക്തമായ തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കും. വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ ആവശ്യങ്ങളും ദുഃഖങ്ങളും വേദനകളും സങ്കടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം പരിശുദ്ധ അമ്മയിലേക്ക് സമർപ്പിക്കാം. നാം ഒരിക്കലും നടക്കില്ലെന്ന് കരുതുന്ന നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്വപ്നങ്ങൾക്കും അമ്മ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്രമേൽ ശക്തിയുള്ള പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഭയഭക്തിയോടെ നമുക്കായിരിക്കാം. വിശ്വാസത്തോടുകൂടി നമുക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും ഞങ്ങളുടെ ജീവിത ആവശ്യങ്ങളെയും വേദനകളെയും എല്ലാം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളിതാ അമ്മയ്ക്ക് നൽകുന്നു. അമ്മേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ, ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അമ്മ ഏറ്റെടുത്ത് തിരുക്കുമാരന് സമർപ്പിച്ച് അമ്മ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഒരിക്കലും നടക്കില്ലെന്ന് കരുതുന്ന ഞങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളുടെ മേലും അനുഗ്രഹമായി അത്ഭുതമായി അമ്മ കടന്നു വരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വഴിമുട്ടി നിൽക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വഴി തെളിച്ചു തരണമേ. ഇനി മുൻപോട്ട് എങ്ങനെയെന്നറിയാതെ പകച്ചു നിൽക്കുന്ന കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മേൽ കരുണ ചൊരിയണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗികളായ മക്കളെ അമ്മ ഏറ്റെടുക്കണമേ. അവരനുഭവിക്കുന്ന എല്ലാ രോഗപീഠകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും വേദന നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ആ മക്കൾക്ക് ഓരോരുത്തർക്കും പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ പേപ്പറുകളൊക്കെ നോക്കുന്ന അധ്യാപകരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങൾക്കും നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഓരോ മക്കളും ആഗ്രഹിക്കുന്നത് പോലെ നല്ല ഉയർന്ന വിദ്യാഭ്യാസം നേടുവാൻ തക്കവിധം അമ്മ അവരെ യോഗ്യരാക്കണമേ. ഒരു കുഞ്ഞു പോലും സങ്കടപ്പെടുവാനോ വേദനയിലായിരിക്കാനോ അമ്മ അനുവദിക്കരുതേ. മക്കളെ ഓർത്ത് ആകുലതയോടെ അമ്മയുടെ സന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെ മേൽ അമ്മ അലിവായിരിക്കണമേ, കരുണയായിരിക്കണമേ. മക്കളിൽ പ്രതീക്ഷ വെച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ ഓരോരുത്തരെയും അമ്മ ഏറ്റെടുക്കണമേ. അവരുടെ ഓരോരുത്തരുടെയും ചെറുതും വലുതുമായ ആഗ്രഹങ്ങളെ അമ്മ സാധിച്ചു കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുഞ്ഞുങ്ങൾക്ക് ഉയർന്ന വിദ്യാഭ്യാസത്തിനായിട്ട് ആവശ്യമായ സാമ്പത്തികം കണ്ടെത്താൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായ സാമ്പത്തികം അത്ഭുതമായി അവരുടെ കരങ്ങളിലേക്ക് അമ്മ എത്തിക്കണമേ. ഓരോ കുഞ്ഞുങ്ങളും ആഗ്രഹിക്കുന്നത് പോലെ നല്ല വിദ്യാഭ്യാസം നേടുവാനും നല്ല ജോലി കരസ്ഥമാക്കുവാനും അമ്മ അവരെ സഹായിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാവിധ സങ്കട കയത്തിൽ നിന്നും ഓരോ മക്കളെയും കരകയറ്റണമേ. ഏറെ വിദ്യാഭ്യാസം നേടിയിട്ടും നല്ലൊരു ജോലി സ്വന്തമാക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ മക്കൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ജോലി അമ്മ അവർക്കായി ഒരുക്കി കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന മക്കളുണ്ട്. കൊടുത്ത പൈസ തിരികെ ലഭിക്കാതെ ഭാരപ്പെടുന്ന മക്കളുണ്ട്. അമ്മേ മാതാവേ, ഓരോ മക്കളുടെയും ആവശ്യങ്ങളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും അമ്മ കടന്നു ചെല്ലണമേ. ഓരോ മക്കളുടെയും സങ്കടങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ചെയ്യാത്ത കുറ്റങ്ങൾക്ക് പഴികേട്ട് സങ്കടത്തിലും വേദനയിലും കഴിയുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ആ മക്കളുടെ മേൽ അമ്മ കരുണയായിരിക്കണമേ. ആ മക്കളുടെ വേദനകളും ഹൃദയം നുറുങ്ങിയുള്ള നൊമ്പരവും അമ്മ കാണണമേ. അമ്മേ മാതാവേ, സങ്കടത്തിലും വേദനയിലും നിൽക്കുന്ന മക്കളിലേക്ക് ആശ്വാസമായി അമ്മ കടന്നു ചെല്ലണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിവാഹപ്രായമായിട്ടും
വിവാഹമൊന്നും നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കൾക്കും അമ്മ ഒരുക്കി വെച്ചിരിക്കുന്ന തുണയെ തക്ക സമയത്ത് അവരുടെ മുൻപിൽ എത്തിക്കണമേ. നല്ലൊരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവിധം അമ്മ അവരെ ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള ബുദ്ധിയും വിവേകവും ഓരോ മക്കൾക്കും കൊടുക്കണമേ. കുടുംബത്തിലായിരിക്കുന്നവർ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ജീവിപ്പാൻ തക്കവിധം അമ്മ അവരെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, തെറ്റിദ്ധാരണകളെ മാറ്റി കൊടുക്കണമേ. അമ്മേ മാതാവേ, തെറ്റായ ജീവിതം നയിക്കുന്നവരെ തിരികെ കൊണ്ടുവരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഈ ലോകമോക സുഖങ്ങളിൽ അകപ്പെട്ടു പോയവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ മക്കളെ എല്ലാവരെയും ഏറ്റെടുക്കണമേ. ആ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയുടെ മേൽ അനുഗ്രഹമായി അമ്മ കടന്നു ചെല്ലണമേ. അത്ഭുതമായി അമ്മ കടന്നു ചെല്ലണമേ. അനേകം മക്കളുടെ മുമ്പിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഈ ജീവിതം ശാശ്വതമായ ജീവിതമല്ല. ശാശ്വതമായ ജീവിതം സ്വർഗത്തിലാണെന്ന് മനസ്സിലാക്കി ജീവിപ്പാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ നികത്തി തരണമേ. കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെ എല്ലാം അമ്മയ്ക്ക് നൽകുകയാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ. അവരെ അനുഗ്രഹിക്കണമേ. വിശ്വാസത്തോടെ നിന്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യവും എല്ലാം അമ്മ ഈശോയിൽ നിന്നും വാങ്ങിത്തരണമേ. ശക്തിയുള്ള മാതാവേ, ഞങ്ങൾക്ക് കാവലായി സംരക്ഷകയായി എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും അമ്മയുടെ ഉള്ളം കൈയിലേക്ക് ഞങ്ങൾ നൽകുന്നു. അമ്മേ, ഞങ്ങളുടെ ഹൃദയവേദനകളെല്ലാം മനസ്സിലാക്കി അമ്മ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.